കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ജോലി, ചിലവർക്ക് പുതിയ ജോലി, ചിലവർക്ക് സാധാരണ താൽക്കാലികമായ ജോലി, അതിൽ സ്ഥിരതയുള്ള ഒരു അവസ്ഥ, ചിലവർക്ക് ജോലിയിൽ പ്രൊമോഷൻ, ചിലവർക്ക് പരീക്ഷ എഴുതി ജോലി കിട്ടാൻ വേണ്ടി ആ പരീക്ഷ ജയിക്കാനുള്ള ഒരു അവസ്ഥ, ഇങ്ങനെയൊക്കെ തുടങ്ങി പല അവസ്ഥകളും എല്ലാവർക്കും ഉണ്ട്. ഇത് എങ്ങനെ നമുക്ക് ജോലി, പ്രൊമോഷൻ ഇവയൊക്കെ എങ്ങനെ നമുക്ക് കിട്ടാം, ഇതിനെ പറ്റിയ മന്ത്രം എന്താണെന്ന് നോക്കാം. മന്ത്രം പറഞ്ഞു തരുന്നതിന് മുമ്പ്, ഒരു വ്യാഴാഴ്ച, ഇപ്പൊ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരു വ്യാഴാഴ്ച, ഏതെങ്കിലും ഒരു ദിവസം വ്യാഴാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വ്യാഴാഴ്ച തുടങ്ങി രാവിലെ ദിവസവും 11 തവണ ഈ പറയുന്ന മന്ത്രം ജപിക്കണം. 11 തവണ. അത് എന്ന് വരെ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയോ പ്രൊമോഷനോ പരീക്ഷയിൽ വിജയമോ ലഭിക്കുന്നത് വരെ വേണം. 21 ദിവസമെന്നോ അല്ലെങ്കിൽ 90 ദിവസമെന്നോ അല്ലെങ്കിൽ 6 മാസമെന്നോ ഒരു നിഷ്ഠ നമ്മൾ പറയുന്നില്ല. അത് ആ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം വരെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 2 മാസമായിരിക്കാം, അതുവരെ ചെയ്യാം. അത് ഉറച്ച വിശ്വാസത്തോടെയും ഭക്തിയോടെയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അതിനെ വിശ്വാസത്തോടെ മാത്രം നിങ്ങൾ കാണുകയാണെങ്കിൽ, പരീക്ഷിക്കാൻ വേണ്ടി ആരും ചെയ്യരുത്. ഉറച്ച വിശ്വാസത്തോടെ ഈ മന്ത്രം നിങ്ങൾ യഥാവിധി രാവിലെ എഴുന്നേറ്റ് സ്നാനം കഴിഞ്ഞ് വെള്ള വസ്ത്രമൊക്കെ കൊടുത്തോ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഏതെങ്കിലും നിലത്തോ അല്ലെങ്കിൽ പായയിലോ കസേരയിലോ എവിടെയെങ്കിലും ചമ്രം അണിഞ്ഞിരുന്ന് ശുഭ്രവസ്ത്രധാരിയായി ഈ മന്ത്രം ജപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം സാധ്യമാണ്. വ്യാഴാഴ്ച തുടങ്ങണം. അതിരാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ജപം തുടങ്ങാം. പരീക്ഷ, പ്രൊമോഷൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ വല്ല അസുഖങ്ങൾ, കണ്ണിലെ വ്യാധിയൊക്കെ വന്നു കഴിഞ്ഞാൽ, കണ്ണ് രോഗങ്ങളോ അങ്ങനെയൊക്കെ വന്നാൽ ഈ ജപം കൊണ്ട് നമുക്ക് അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. തെറ്റുകൂടാതെ എഴുതുക. ഓം ശിവവജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമസ്തുതേ. വായുപുത്രൻ ഹനുമാനാണ്. ഹനുമാനെയാണ് നമ്മൾ മനസ്സിൽ ഭജിക്കുന്നത്. അങ്ങനെ ഈ ജപം കാര്യസാധ്യം വരെ നിരന്തരം നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക.